സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജ്വല്ലറികൾക്ക് മുന്നിൽ ഓടുന്നത്. വില കുറയുമ്പോൾ വാങ്ങുന്നതല്ലേ ബുദ്ധി. എന്നിട്ടും വില കൂടുമ്പോൾ മലയാളിക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. സ്വർണ്ണവില കൂടുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നത് ഇനിയും കൂടിയാലോ, ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ വാങ്ങാൻ പറ്റില്ലല്ലോ എന്നാണ്. ഇതിനെയാണ് സൈക്കോളജിയിൽ ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നത്. വില കൂടുന്തോറും സ്വർണത്തിന്റെ മൂല്യം കൂടുകയാണെന്ന ഒരു തോന്നൽ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുകയും നമ്മൾ കൂടുതൽ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് മലയാളി സ്വർണത്തെ ഇത്രയധികം വിശ്വസിക്കുന്നത്? കാരണം സ്വർണം ഒരു സേഫ് ഹേവൻ അസറ്റ് ആണ്. യുദ്ധമുണ്ടായാലും സാമ്പത്തിക മാന്ദ്യം വന്നാലും വിലയിടിയാത്ത ഒരേ ഒരു സാധനമാണ് സ്വർണം. ഷെയർ മാർക്കറ്റോ റിയൽ എസ്റ്റേറ്റോ പോലെ വലിയ റിസ്ക് ഇതിലില്ല. ഒരു അത്യാവശ്യം വന്നാൽ അർദ്ധരാത്രി പോലും പണയം വെച്ച് പണമാക്കാൻ കഴിയുന്ന ലിക്വിഡ് ഗോൾഡ് ആണ് നമുക്ക് സ്വർണം. അതുകൊണ്ട് തന്നെ വില കൂടുമ്പോൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ മൂല്യം കുറയുമോ എന്ന പേടിയാണ് മലയാളിയെ വെപ്രാളപ്പെടുത്തുന്നത്. കേരളത്തിലെ സ്വർണ്ണപ്രേമത്തിന് പിന്നിൽ വലിയൊരു സാമൂഹിക വശമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കണമെങ്കിൽ സ്വർണം നിർബന്ധമാണ്. വില കൂടുമ്പോൾ വരാനിരിക്കുന്ന കല്യാണങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആകുലത ചെറുതല്ല. മാത്രമല്ല, സ്വർണം എന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൂടിയാണ്. കഴുത്തിലും കയ്യിലും സ്വർണമില്ലാത്ത ഒരാളെ പാവപ്പെട്ടവൻ എന്ന് മുദ്ര കുത്തുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഈ സാമൂഹിക സമ്മർദ്ദം മൂലമാണ് വില കൂടുമ്പോൾ മലയാളിക്ക് ഇത്രയധികം വെപ്രാളം അനുഭവിക്കപ്പെടുന്നത്. പണത്തിന്റെ മൂല്യം കുറയുമ്പോൾ, അതായത് ഇൻഫ്ലേഷൻ നടക്കുമ്പോൾ അത് ബാധിക്കാത്ത ഒന്നാണ് സ്വർണം. പണ്ട് 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് കിട്ടണമെങ്കിൽ 5000 രൂപ വേണം. പക്ഷേ പണ്ട് വാങ്ങിയ 1 പവൻ സ്വർണം വിറ്റാൽ ഇന്ന് നമുക്ക് വലിയൊരു തുക കിട്ടും. അതായത് സ്വർണം വെറും ഒരു ആഭരണമല്ല, അത് കാലത്തെ അതിജീവിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. വില കൂടുമ്പോൾ അത് കൈവശമുള്ളവർക്ക് സന്തോഷമാണെങ്കിലും ഭാവിയിലേക്ക് വാങ്ങാൻ നിൽക്കുന്നവർക്ക് അതൊരു വലിയ ബാധ്യതയായി മാറും. ചുരുക്കത്തിൽ മലയാളിയുടെ സ്വർണത്തോടുള്ള ഈ വെപ്രാളം വെറുമൊരു ആർത്തി കൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് തന്റെയും തന്റെ കുടുംബത്തിന്റെയും സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ കൂടിയാണ്. പണം കടലാസായി മാറിയാലും സ്വർണം സ്വർണമായി തന്നെ ഇരിക്കും എന്ന ഈ വിശ്വാസമാണ് മലയാളിയെ എന്നും സ്വർണ്ണക്കടകളിലേക്ക് എത്തിക്കുന്നത്. സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ വെറും തലവേദനയോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.